നിത്യനും പരിശുദ്ധനായ എൻ്റെ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തെ അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ വചനം സംസാരിക്കുവാൻ അടിയന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും കൃപയിലും ഏതാത്മാവിലാണോ എഴുതപ്പെട്ടത് അതേ ആത്മാവിൽ വെളിപ്പെടുവാനും വചനത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പെട്ട് വരുവാൻ, ഇതിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെട്ട് വരുവാൻ, ഇതുവരെയും വെളിപ്പെടാത്ത മർമ്മങ്ങൾ പരിശുദ്ധാത്മാവേ തൻ്റെ നാവിനോട്, വിക്കനായ മോശയുടെ നാവോട് കൂടെ ഇരുന്ന ദൈവം തന്നോട് സംസാരിക്കണം. ഈ ശബ്ദം ഇന്ന് ഇതിനകത്ത്, ഈ ചർച്ചിനകത്ത് മാത്രമല്ല, ഇന്ന് മന്ന ടി വിയിലൂടെയും മീഡിയയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെ ലോകമെമ്പാട് കേൾക്കുന്ന സകലവർക്കും ഇതൊരു വലിയൊരു വിടുതലായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസകലം എന്താണ് ദൈവം ചെയ്യാൻ പോകുന്നത്, ദൈവം ഇടപെട്ടേ പറ്റുള്ളൂ. കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്, ഇന്ന് ശുദ്ധീകരിക്കുകയാണ്, ഇന്ന് ശബത്താണ്. നിങ്ങളെ കുറവുകളും ബലഹീനൊക്കെ ഏറ്റുപറഞ്ഞ് ദൈവം വരുവാൻ, നമ്മളെ കുറവുകളെ ഏറ്റുപറ. ദൈവമേ, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ബലഹീനങ്ങളൊന്ന് പറ. ഇന്ന് പലരും യോഗ്യനെന്ന് പറയുമ്പോൾ, അപ്പാ ഇന്ന് 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 അവിടുന്ന് ഞങ്ങളുടെ മേൽ വരുവാൻ എന്ന് ഞങ്ങൾ, കർത്താവേ ഞങ്ങൾ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ എല്ലാം അത് ശുദ്ധീകരിക്കുവാൻ സ്വർഗ്ഗം സഹായിക്കണം. ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ആദ്യം മുതൽ അവസാനം വരെ അധ്യക്ഷനായിരിക്കണം. എല്ലാ തടസ്സത്തെയും കൽപ്പിക്കുന്നു. വന്നിട്ട് എല്ലാ മക്കളെയും വരേണ്ട എല്ലാ തക്ക സമയത്ത് എല്ലാവരും അനുഗ്രഹിക്കുവാൻ, ഇന്ന് വിടുതലെടുക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇന്ന് വന്ന ഒരു വ്യക്തി പോലും ഇതിനകത്ത് നിരാശയോടെ അല്ല, ദൈവത്തിൻ്റെ മഹത്വം കണ്ടിറങ്ങത്തക്ക വണ്ണം ഇവിടെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവപ്രവൃത്തി ഇറങ്ങാൻ പോവുക. ഇതിനകത്തിരിക്കുമ്പോൾ ദൈവമക്കളെ നിങ്ങളുടെ വിഷയത്തിനകത്ത് ദൈവം ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങൾ നീറുന്ന വിഷയത്തിൻ്റെ മേൽ, നിങ്ങൾ നിരാശയുടെ നടുവിലാണെങ്കിൽ അതിൻ്റെ മേൽ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവാത്മാവെ ഇടപെടണം, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണം. യേശു ക്രിസ്തു നാമത്തന്നെ. യേശു നീ പോക, നീ ഇവിടുന്ന് പോകണം, നിന്റെ വീട്ടിൽ പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് വിശ്വസിച്ച യേശു സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞു. യേശു അവിടുന്ന് വേറെ ഒന്നും പറഞ്ഞില്ല. ശതാധിപനോട് പറഞ്ഞു, യേശു ഇപ്പോൾ സൗഖ്യം വരട്ടെ എന്ന് പറഞ്ഞില്ല. യേശു രോഗത്തെ ശാസിച്ചോ? ഇല്ല. അതാണ് നിന്റെ ആഴത്തിലുള്ള വിശ്വാസത്തെയാണ് ഇന്ന് വലുതായിട്ട് പിടിക്കേണ്ടത്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്തുണ്ടോ അത് സംഭവിക്കും. ഇന്ന് ഇതിനകത്തിരിക്കുമ്പോൾ പലരുടെ ഹൃദയം പല വിചാരമാണ്. ഇന്ന് ഹൃദയത്തിനകത്ത് എന്താണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് സംഭവിക്കാൻ പോവുകയാണ്. അതിന് ഒരു സംശയമില്ല. നിന്റെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്ന കാര്യം നീ മാത്രമല്ല കാണുന്നത്, യേശു കാണുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നന്നാവുമെന്ന് വിചാരിക്കേ. നിങ്ങൾ എത്ര കഷ്ടത വന്നാലും, നിങ്ങൾ എത്ര ഒറ്റപ്പെടൽ വന്നാലും, വേദന വന്നാലും ഞാൻ പിടിച്ചു നിൽക്കണം. പിടിച്ചു നില്ലേ. ചിലപ്പോൾ ഒരുപാട് തകരേണ്ടി വരും. ചിലപ്പോൾ മനസ്സമാധാനമൊക്കെ പോകും. ഒന്നിനും ഓടല്, കയറെടുക്കാൻ പോകരുത്, അല്ല നാട് വിടാൻ വേണ്ടി പോകരുത്, അല്ല ഇനി ഈ മുറിജാലം വിട്ടിട്ട് ഇനി അങ്ങ് കൊല്ലത്തോ കൊട്ടാരക്കര ഒന്ന് ഓടാൻ വേണ്ടി നിൽക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ ദൂരം അളക്കാൻ പോകരുത്, ദൂരം അളക്കരുത്. ദൈവം അളക്കുന്ന ദൈവമാണ്. പക്ഷെ നമ്മൾ തിരുവനന്തപുരത്തില്ലാത്ത പ്രശ്നം കൊല്ലത്തിപ്പം പ്രശ്നം കൂടുതലല്ല. കൊല്ലത്തെല്ലാം പറയും കൊട്ടാരക്കര പോവാന്ന്. കൊട്ടാരക്കര പ്രശ്നം കൂടുതലാണ്. അവർ കോട്ടയത്ത് വന്ന ബെസ്റ്റ്, കോട്ടയത്ത് പ്രശ്നം കൂടുതലാണ്. എറണാകുളത്ത് അനകാട് റെഡ് അലർട്ട്. പ്രശ്നങ്ങളില്ലാത്ത ഏരിയ ഇല്ല. അതിനെക്കാട്ടിയും പറയും കേരളം ഇവിടെ നോർത്ത് ഇന്ത്യക്ക് പോകാന്ന്. അവിടെ അതിനെക്കാട്ടിയും പ്രശ്നം വെള്ളപ്പൊക്കമാണ്. പ്രശ്നങ്ങളില്ലാത്ത ഒരു സ്ഥലവുമില്ല. ഈ ഭൂമിയിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, വേദനയും ബുദ്ധിമുട്ടും ഉണ്ട്. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വാക്ക് നീ പറയണം. ഞാൻ കരകയർ. ആരെ പേരില്ല? യേശുവിൻ്റെ പേരെടുത്ത് പറയണം. എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും. ആമേ, ഹല്ലേലൂയ. ഇന്നൊരു ദൈവപ്രവൃത്തി സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പറയണം, യേശു സൗഖ്യം തരുമെന്ന് വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിടുതൽ കിട്ടൂ. അല്ലാത്ത പക്ഷം വിടുതൽ കിട്ടൂല. ഹല്ലേലൂയ.
ആദ്യം നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നത് പോലെ എന്റെ ദൈവദാസനാണ് ഞാൻ, എന്റെ ദൈവദാസൻ പ്രാർത്ഥിച്ച എന്റെ യേശു ദൈവദാസനെ പ്രവർത്തിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അല്ല ഇവിടെ വന്ന് എങ്ങനെയെങ്കിലും പോകും പോലെ പോകരുത്. ഹല്ലേലൂയ. അതാണ് എൻ്റെ രഹസ്യം. നിങ്ങളുടെ ഹൃദയത്തിന് തിരിയുന്ന ആരോട് പറയാത്ത കാര്യങ്ങൾ, രഹസ്യമായി മനസ്സിനകത്തിരിക്കുന്ന കാര്യങ്ങളെ ആർക്കറിയാം? യേശുവിനറിയാം. എനിക്ക് എല്ലാ കാര്യമൊന്നും അറിയാൻ പറ്റുന്നില്ല, ഞാൻ അത്രയ്ക്കും അങ്ങനെ നിൽക്കുന്ന ഒരാളൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിനകത്തിരിക്കുന്ന കാര്യം, ചില കാര്യങ്ങളൊക്കെ പറയും. ചിലർ പറയും എൻ്റെ ഗതികേട് കൊണ്ടാണ് വന്നത്, അത് എല്ലാവരും പറയണ പഴം മനസ്സില്ല. പിന്നെ ഭാഷ വന്നില്ലെങ്കിൽ ജോലിയും തരൂല്ല, അത് ചിലർ പറയുന്നുണ്ട്. ചിലരങ്ങനെയല്ല, ഇതിനകത്ത് ഒരു ദിവസം വന്നില്ല എങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഒരു ഞായറാഴ്ച മുടങ്ങിയ എനിക്ക് അടുത്ത ഞായറാഴ്ച വരുന്നവരെയും എനിക്ക് ഉറക്കം കിട്ടത്തില്ല. അങ്ങനെയുള്ള അനുഭവമുള്ളവർ ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ അനുഭവമുള്ളവർ ഈ സഭയ്ക്കുണ്ട്. വന്ന് ഒരു ബ്ലെസ്സിങ് വാങ്ങി പോകുന്നവരുണ്ട്, അല്ലാതെ പോകുന്നവരുണ്ട്. ഇതിനകത്ത് പലരും പല അളവിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ശതാധിപന്റെ വിശ്വാസം കണ്ടിട്ട് പറഞ്ഞു, നീ വിശ്വസിച്ചതുപോലെ സംഭവിക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ ഏത് അളവിലാണ് യേശുവിനെ എടുത്തിരിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസം ഇന്ന് സംഭവിക്കാൻ പോവുകയാണ്. നീ പറ ഹല്ലേലൂയ. ഒന്ന് ചേഞ്ച് ആയി വരത്തക്ക വണ്ണം യേശു ഒരു വാക്കും അവിടെ നിന്നും കൊണ്ട് ശതാധിപന്റെ വീട്ടിലോട്ട് ആ രോഗി സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞില്ല. മനസ്സിലായോ? നിന്റെ വിഷയത്തെ ദൈവം പൊട്ടിച്ചില്ല, നിന്റെ വിഷയത്തെ തകർത്തില്ല. ചിലപ്പോൾ നിങ്ങളെ തൊട്ടില്ലായിരിക്കും, പാസ്റ്റർ എല്ലാവരെയും തൊട്ടു, എന്നെ തൊട്ടില്ല. പക്ഷെ അവിടെ വ്യാപരിക്കുന്നൊരു ദൈവസാന്നിധ്യം ഉണ്ട് ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവിലാണ് വിടുതൽ സംഭവിക്കുന്നത്. ഇന്നത് വർദ്ധിക്കണം. ഇന്ന് ആർക്കെങ്കിലും കുറവുണ്ടെങ്കിൽ ഇന്ന് പറയണം, എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും. ആമേൻ. ഇന്ന ദൈവദാസൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് മാറ്റം വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അതാണ് യേശു ശതാധിപനോട് പറഞ്ഞു, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. നിങ്ങളെ നോക്കി എനിക്കും അതാ പറയേണ്ടത്. ഈ 3 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നീ വീട്ടിൽ പോക, ഇവിടെ ഇരുന്ന് എങ്ങനെ വിശ്വസിച്ചോ അതുപോലെ നിനക്ക് ഭവിക്കട്ടെ. യേശുവിൻ്റെ വാക്ക് കടമെടുത്ത് ഞാൻ പറയുന്നു, നീ പോക, നിന്റെ വിഷയത്തിൻ്റെ മേൽ മറുപടി വരും, മറുപടി വരും. ഇതിനകത്തിരിക്കുമ്പോ പറ, എന്റെ വിഷയത്തിൻ്റെ മേൽ അതാ ദൈവത്തിന്റെ പ്രവൃത്തി സംഭവിക്കുന്നത്. നീ വിശ്വസിക്കുമ്പോൾ നീ സംഭവിക്കും. അതുകൊണ്ട് ഇനി ശ്രദ്ധിച്ച് ഒന്ന് അല്പം ഒന്ന് സിമ്പിളായിട്ട് പറയാം. നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കരുത്. നീ വിശ്വസിക്കും പോലെ, യേശു പറഞ്ഞു, നീ വിശ്വസിക്കും പോലെ സംഭവിക്കും. ഇവ ഇങ്ങനെയെങ്കിലും പോട്ടെ, ഇങ്ങനെ നശിക്കുന്ന ഒരിക്കലും പറയരുത്. അത് സംഭവിക്കാൻ പോകും. പക്ഷെ സംഭവിച്ചിട്ട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഒരു കഷ്ടത വന്നിട്ട് ദുഃഖിക്കരുത്. പക്ഷേ നിനക്ക് നിന്നെക്കുറിച്ചൊരു പ്രതീക്ഷ വേണം. ഇന്ന് ആരും പ്രതീക്ഷയില്ലാതെ പോകരുത്. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ സംഭവിക്കുമെന്ന് കർത്താവ് യേശു ക്രിസ്തുവിടെ പറഞ്ഞു. ഇന്ന് നിങ്ങളെ ശരീരത്തിൻ്റെ മേൽ ഒരു വിടുതൽ കിട്ടി എന്നുള്ള വിശ്വാസത്തോടെ പോകണം. ഇരിക്കുന്നവരോട് പറയുക, കേൾക്കുന്നവരോട് പറയുക, നിൽക്കുന്നവരോട് പറയുക, യാത്ര ചെയ്യുന്നവരോട് പറയുക, ഇത് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ എന്നുള്ള വിശ്വാസത്തോടെയാണ് പോകേണ്ടത്. നിങ്ങൾ ആരും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ചിലർ പറയാറുണ്ട്, ഞാൻ പോണ പോക്കിൽ തന്നെ വണ്ടി ഇടിച്ച് മരിക്കട്ടെ എന്ന്. സത്യമായിട്ട് പറയാറുണ്ട്, എൻ്റെ കൂടെ പറയാറുണ്ട്, ഞാൻ പോണ പോക്കിൽ വണ്ടി ഇടിച്ച്, അത് എന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, വേദന കൊണ്ട് പറയണത്. വണ്ടി ഇടിച്ച് നിസ്സാരം പോലെയാണ് പറയുന്നത്. എല്ലാവരും നിസ്സാരം പോലെയാ. പോണ പോക്കിൽ വണ്ടി ഇടിച്ച് ചാകട്ടെ എന്ന് ചില വ്യക്തികൾ പറയാറുണ്ട്. പക്ഷെ ആ വാക്ക് ഭയങ്കരപ്പെട്ട വാക്കാണ്. ഒരു നാവിൻ തുമ്പത്ത് അനുഗ്രഹമുണ്ട്, ശാപമുണ്ട്.
ശാപത്തെ വിളിച്ച് വരുത്തരുത്. നീ വിശ്വസിക്കും പോലെ സംഭവിക്കാൻ പോവുകയാണ്. ഇന്ന് നീ ഏത് രീതിയിൽ വിശ്വസിക്കുന്നു അതുപോലെ സംഭവിക്കും. ഇനി ഒരു മാറ്റവും ഇല്ല. ഈ ഭാഗം നീ എഴുതി വയ്ക്കണം, നിന്റെ ഹൃദയത്തിനകത്ത് കൊത്തി വയ്ക്കണം, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതി വയ്ക്കണം. നീ വിശ്വസിക്കും പോലെ സംഭവിക്കും. നിന്റെ അടുത്തുള്ള വീടുകാരെല്ലാം ബുദ്ധിമുട്ടും, അവിടെ കൊറോണ അല്ല അവിടെ പ്രശ്നം, ഇതൊക്കെ പറയുമ്പോൾ വിചാരിക്കും നാളെ എനിക്കും വരും. വിളിച്ച് കയറ്റരുത്. അടുത്തവൻ്റെ വലിയ 50 ലക്ഷത്തിൻ്റെ തേക്കം അറിയുമ്പോൾ ഇവിടെ 10 കോടി രൂപ ചന്ദനം വരെ നിൽക്കുകയാണ്. അവൻ്റെ 50 ലക്ഷത്തിൻ്റെ തേക്കം നാളെ എൻ്റെ ചന്ദനം അറിയും എന്ന് പറയരുത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾ പറയാൻ പോകുന്നത് അനുഗ്രഹത്തിൻ്റെ വാക്ക് മാത്രമേ പറയാവൂ. ഒരിക്കലും നാശത്തിൻ്റെ വാക്ക് പറയരുത്. യേശു പറഞ്ഞ വാക്കാണ്. ഞാൻ അതിൽ നിന്ന് പറയുക, നിങ്ങൾക്ക് പ്രതീക്ഷ ഇല്ലെങ്കിലും പറ പ്രതീക്ഷ ഉണ്ട്. നിങ്ങൾ ഞെരുങ്ങുന്നുണ്ട്, പറ എനിക്ക് വിടുതലുണ്ട്. ഇതിനകത്ത് എത്രയോ ഒരു മുഴ വന്ന് പേടിച്ച് ക്യാൻസർ എന്ന് പേടിച്ചവരുണ്ട്. ബ്ലീഡിങ് വളരെ ഭാരപ്പെട്ടവരുണ്ട്. അവർ ഒരു ക്യാൻസറാണെന്ന് പറഞ്ഞു. പക്ഷെ എത്രയോ ഒരു പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചു. മുഴകളൊക്കെ എന്തൊരു കൊളുക്കെട്ടായി വെച്ച് തിന്നോ? മുഴയെല്ലാം വന്ന് കൊളുക്കെട്ടായി വെച്ച് തിന്നപ്പോൾ എല്ലാം മറന്നോ? ബ്ലീഡിങ്ങിന് എടിക്കാൻ വയ്യാതെ കിടന്നവരൊക്കെ മറന്നോ? ആരോടാ പ്രാർത്ഥിച്ച് സൗഖ്യം എടുത്തത്? യേശുവിനോടാണ്. ഇപ്പം ഇത്തിരി ചെറിയൊരു ജലദോഷം വന്നപ്പോൾ മൂക്കൊലിപ്പ് വന്ന പറയാണ് എനിക്ക് ജീവിക്കേണ്ട, മരിച്ചാൽ മതി. ഇപ്പം ഇത്തിരി മഴക്കാലമാണ്, ഇത്തിരി മൂക്കൊലിപ്പ്, എനിക്കതില്ല. ഇത്തിരി ജലദോഷം വരുമ്പോൾ പറയും ഇതോടെ എല്ലാം തീരെയാണ്. ഇതിനെക്കാട്ടിയും വലിയൊരു വിടുതൽ സൗഖ്യം നടന്നിരിക്കുകയാണ്. നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ ഇന്നത്തെ ദിവസം മറക്കരുത്. നിങ്ങൾ വിശ്വസിക്കും പോലെ സംഭവിക്കും. അതിന് ഒരു മാറ്റവും ഇല്ല. യേശു അതാണ് പറയും. ഈ 6-ാം മാസത്തിൽ ഒരു ദൂത് ഞാൻ പറയുകയാണ്. 6-ാം മാസത്തിലെ ദൂത് ഇന്ന് 1-ാം തീയതിയാണ്. നിങ്ങൾ വിശ്വസിക്കും പോലെ സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു. ആരുടെ നാമത്തിലാ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, കർത്താവായ യേശു നാമത്തിൽ പറയുന്നു. നിങ്ങൾ വിശ്വസിക്കും പോലെ സംഭവിക്കും. 1-ാം മാസത്തിൽ രക്ഷപ്പെട്ടില്ല, 2-ാം മാസത്തിൽ രക്ഷപ്പെട്ടില്ല, 3-ാം മാസവും രക്ഷപ്പെട്ടില്ല, 4-ാം മാസത്തിലും വിത്തും മുളച്ചില്ല, 5-ാം മാസത്തിലെ ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെ അറിയത്, വിത്ത് ഒട്ടും മുളച്ചില്ല, രക്ഷപ്പെട്ടില്ല. ഒരുപാട് ഭാരപ്പെട്ടു. പക്ഷെ 6-ാം മാസം പറഞ്ഞു ഇത് മുളയ്ക്കും, ഇത് മുളച്ച് പുറത്ത് വരും. ഞാൻ നട്ട വിത്തിനെ നോക്കി പറഞ്ഞു മുളച്ച് വരുന്നുണ്ടല്ലോ, ഒരു മുള വരുന്നുണ്ടല്ലോ. ചിലരുണ്ട്, ചില വ്യക്തികള് ഈ നട്ടിട്ട് ഡെയിലി പിറ്റേന്ന് തോണ്ടി നോക്കും വേരുണ്ടാന്ന്. വിത്ത് നട്ടിട്ടേ ഇന്ന് വൈകുന്നേരം വിത്ത് കെട്ട് നേരം വെളുക്കുമ്പോൾ തോണ്ടി നോക്കും വേരിറങ്ങണമെന്ന്. വീണ്ടും എടുത്ത് നോക്കും, വീണ്ടും കുഴിച്ചു വയ്ക്കും. അങ്ങനെ 5 മാസം കൊണ്ട് കയറി പലരും ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ ചെയ്യല്ലേ, ക്ഷമയോടെ ഇരിക്കണം. നീ നട്ടാൽ വെയിറ്റ് ചെയ്യണം. മുളയ്ക്കുന്നതിന് വേണ്ടി ഒരു ടൈമിലേക്ക് പോവുകയാണ്. നിന്റെ വിശ്വാസ കണ്ണുകൊണ്ട് നീ കാണണം. നിന്റെ വിശ്വാസ അകത്തൊരു വിശ്വാസ കണ്ണുണ്ട്. ഈ പുറത്തുള്ള കണ്ണൊക്കെ ഭയങ്കര കുഴപ്പമാണെന്നേ. ഈ പുറത്തുള്ള കണ്ണൊക്കെ ഇങ്ങനെ അമ്പരന്ന് ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ നിന്റെ വിശ്വാസ കണ്ണുകൊണ്ട് പറയണം എനിക്കൊരു മറക്കൽ നടക്കും, എന്റെ കുഞ്ഞുങ്ങൾക്കൊരു അത്ഭുതം ചെയ്യും, എന്റെ തലമുറയ്ക്കൊരു അത്ഭുതം ചെയ്യും, എന്റെ മാതാപിതാക്കൾ അത്ഭുതം ചെയ്യും, എന്റെ സഹോദരൻ അത്ഭുതം ചെയ്യും. ദൈവമക്കളെ, നിങ്ങൾ എവിടെ ഓടിയില്ലെങ്കിലും നിൽക്കുന്നിടത്ത് വിശ്വാസത്തോടെ നിൽക്കുമെങ്കിൽ ഈ വർഷം വലിയ വിടുതലോടെ കയറി പോകാൻ പറ്റും. നിങ്ങൾ നിൽക്കുന്നവർ വിശ്വാസത്തോടെ നില്ലേ, ദൈവം നിങ്ങളെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ പോകുകയാണ്. ദൈവം പറ എനിക്കൊന്ന് വളരണം അപ്പാ, എനിക്കൊന്ന് മുന്നേറണം, ദൈവത്തിനോട് എന്തെങ്കിലും ചെയ്യണം
എന്ന് ആത്മഭാരത്തോടെ പറയുന്നു. ദൈവം അത് ചെയ്യിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറക്കരുത്, ഒരു ദൂത് പോലെ പറയുന്ന ഒരു കാര്യമാണ്. നീ വിശ്വസിക്കുന്ന പോലെ സംഭവിക്കും. കൈ പിടിച്ച് പറ, നീ വിശ്വസിക്കും പോലെ. എല്ലാവരും കൈ പിടിച്ച് നല്ലപോലെ കുലുക്കി പറ. ഈ 6-ാം മാസത്തിന് ഒരു ദൂതാ, യേശു പറഞ്ഞ വാക്കാണ്. നീ വിശ്വസിക്കുന്ന പോലെ സംഭവിക്കും. എന്നിട്ട് മനസ്സോട് പറയണം, ഇത് നടന്നാൽ ഞാൻ ഇവിടെ നിന്ന് സാക്ഷി പറയും. ഞാൻ നല്ലൊരു ജീവിക്കുന്ന സാക്ഷിയായി തീരും. നടക്കുന്നതൊന്നും മറച്ചു വയ്ക്കരുത്, ആരും മറച്ചു വയ്ക്കരുത്. ദൈവനാമം മഹത്വപ്പെടണം. നിങ്ങൾ നടക്കുന്ന വിടുതൽ ചാനലിലൂടെ നടന്നാലും ഇത് കാണുമ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് പറയണം. അല്ല ഒരു ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരാ. ഇതൊരു വിടുതൽ കിടക്കുമ്പോൾ ഇവിടെ വന്ന് പറയണം, കർത്താവേ ഈ മുറിഞ്ഞപാലം ആലയത്തിൽ വന്ന് ഞാൻ സാക്ഷി പറയും. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ, നിങ്ങൾ എന്തൊക്കെ വിശ്വസിക്കുന്നു അതുപോലെ സംഭവിക്കും. ഒരു കാര്യമല്ല, നിങ്ങളെക്കുറിച്ച്, നിങ്ങളെ മക്കളെക്കുറിച്ച് എന്തൊക്കെ വിശ്വസിക്കുന്നു അതുപോലെ സംഭവിക്കും. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നതും ദൈവം വിശ്വസിക്കുന്നതും ഒന്നായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് ഇഷ്ടമുള്ളതായിരിക്കും വിശ്വസിക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കും പോലെ സംഭവിക്കും. ശതാദ്യം പറഞ്ഞു, കർത്താവേ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, നീ എൻ്റെ വീട്ടിൽ വരണ്ട, പുരയ്ക്ക് വരണ്ട. നിന്റെ വിശ്വാസം കണ്ടു. അപ്പോൾ യേശുവിന് വിശ്വാസമുണ്ട് സൗഖ്യം കൊടുക്കുവാൻ. പക്ഷേ ശതാദ്യം പറഞ്ഞു അതിന്റെ മഹത്വം വലുതായിട്ട് കണ്ടു. രണ്ടും ഒന്നായത് കൊണ്ടാ വിടുതൽ വ്യാപരിച്ചത്. യേശുവിന്റെ മനസ്സും നിന്റെ മനസ്സും ഒന്നായിരിക്കണം. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം, മനസ്സിലായ സ്തോത്രം. മറക്കല്ല്. യേശുവിന്റെ ചിന്തയും യേശു ചിന്തിക്കുന്നതും നീ ചിന്തിക്കുന്നതും ഒന്നായിരിക്കണം. നമ്മൾ രണ്ടല്ല, ഒന്നാണ്. ഹല്ലേലൂയ. നമ്മൾ രണ്ടല്ല, ഒന്നാണ്. അതുകൊണ്ടാണ് ഒരപ്പത്തിന്റെ അംശങ്ങളായി മാറുന്നത്, ഒരു രക്തത്തിന്റെ അംശങ്ങളായി മാറുന്നത്. തിരുവത്താഴത്തോട് പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ചിന്തിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും ഒന്നാവണം, രണ്ടാവരുത്. ദൈവത്തിന് എതിരായിട്ട് ചിന്തിച്ചാൽ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തിച്ചാൽ അത് വലിയൊരു ആപത്തിലോട്ട് പോകും. അത് സംഭവിക്കും. നീ പറയും ദൈവത്തിന് എതിരായിട്ട് ചിന്തിച്ചാൽ വലിയ ആപത്തിലോട്ട് പോകും, അത് സംഭവിക്കും. പക്ഷെ ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രമേ ചിന്തിക്കാവൂ. കർത്താവേ നീ പറയുന്നത് പോലെ സംഭവിക്കണം. ഒരിക്കലും ദൈവം നാശത്തിലോട്ട് ആരും ആഗ്രഹിക്കുന്നില്ല, ആരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും സ്വയം എടുത്തടിക്കണതാ. എൻ്റെ യേശു ആരെ കൊല്ലൂല, ആരെ നശിപ്പിക്കത്തില്ല. എല്ലാവരും സ്വയം കത്തിയെടുത്ത് കുത്തണതാണെന്ന് അല്ലേ? വിടുതലില്ലാതെ വരുമ്പോൾ പലരും സ്വയം കത്തിയെടുത്ത് കുത്തുകയാണ്. ഇന്ന് പലപ്പോഴും പറയാ, അതിനെ തിരിച്ചു പറ. ഇന്ന് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുക. എൻ്റെ യേശു ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എനിക്ക് വേണം അപ്പാ. എൻ്റെ യേശു ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ യേശുവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എനിക്ക് വേണം എന്ന് പറഞ്ഞ് ആമേ പറയുന്നവർക്ക് ഇത് സംഭവിക്കുന്നുണ്ട്. വിശ്വസിച്ചവരെ സംഭവിക്കും. ഇതിനകത്തൊരു വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളെടുത്ത വിടുതൽ വലിയ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭവനത്തിൽ പോകുമ്പോൾ അത്ഭുതം കാണും. നിങ്ങളെ ഭവനത്തിനകത്ത് കയറുമ്പോൾ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. ഈ പള്ളി വിട്ട് ഇറങ്ങുമ്പോൾ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. ഇവിടെ വിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളെ തല കുനിച്ചെടുത്ത് ഉയർത്താൻ പോവുകയാണ്. ഞാൻ വെറും വാക്കല്ല പറയുന്നത്. കഴിഞ്ഞ 2 ദിവസം ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇന്ന് 3-ാം ദിവസമാണ്. ദൈവമക്കളെ, ഞാൻ നിൽക്കുന്ന ചാനലിലൂടെ കേൾക്കുന്നവർ പറയുക, ഇന്ന് 3-ാം ദിവസം പൂർണ്ണ ഉപവാസത്തോടെ നിൽക്കുകയാണ്. ഇന്നും ഉപവാസത്തോടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി എന്നെ ഇറങ്ങുന്നുണ്ട്. എനിക്കറിയാം. എൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് ഒരു വാക്ക് ഞാൻ പറയുന്നില്ല. ഇന്ന് ഇതിനകത്ത് ഇത്രത്തോളം മർമ്മങ്ങൾ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ നാവിലൂടെ വരുന്ന ഓരോ വാക്കും ദൈവ ശബ്ദമാണെന്ന് തിരിച്ചറിയണം. ഇത് ദൈവ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മുറുകെ പിടിച്ച് അതിനെ സ്വീകരിച്ച് ആമേ പറയുമ്പോ നിങ്ങൾ അടുത്ത നിലവാരത്തിലേക്ക് ദൈവം പുതിയതായി മാറ്റും. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ടേക്കാൻ പ്രാർത്ഥിക്കാം. ഇവിടെ യേശു പറഞ്ഞു,
നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴിക തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ആ സെക്കൻഡിൽ സൗഖ്യം വന്നു. കർത്താവേ, ഇന്ന് നടന്ന വിടുതല്, ആ ശതാധിപന്റെ വീട്ടിൽ നടന്ന സൗഖ്യത്തെ ഞങ്ങളെ വീട്ടിൽ നടക്കണം. പറ, ഞങ്ങളെ വീട്ടിൽ നടക്കണം, ഞങ്ങളെ കുടുംബത്തിനകത്ത് നടക്കണം, ഇന്ന് ആശുപത്രി കിടക്കുന്നിടമേ നടക്കണം. ഇതിനകത്ത് ആരൊക്കെ ഭാരപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ വിടുതലായി തീരുവാൻ യേശുവിന്റെ നാമത്തിൽ സഹായിക്കണമേ. ഇന്ന് എല്ലാ വിഷയ സൗഖ്യം മാത്രമല്ല, തൻ്റെ മക്കൾ അനുഭവിക്കുന്ന സകല കാര്യത്തിൻ്റെ മേൽ, സകല വിഷയത്തിൻ്റെ മേൽ, കേസ് സംബന്ധമായ വിഷയം, കോടതി സംബന്ധമായ വിഷയം, ദൈവമേ അത്ഭുതം ചെയ്യണം. ചില കോടതി സംബന്ധമായി വിളിച്ച് മാറ്റി ഇലാസ്റ്റിക് പോലെ വലിച്ചു നീട്ടുന്ന, ചമയ കർത്താവെ റബ്ബർ പോലെ വലിച്ചു നീട്ടുന്ന കേസുകളെ ദൈവം മുറിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില റബ്ബർ പോലെ വലിച്ചുകൊണ്ട് പോകുന്ന കേസിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ സംഭവിക്കട്ടെ. ദൈവമക്കളുടെ വിഷയത്തിന്റെ മേൽ സാമ്പത്തികമായ വിടുതലുകൾ, വസ്തുവിന്റെ മേൽ ചില വിടുതലുകൾ, കടഭാരത്തിന്റെ മേൽ വിടുതലുകൾ, സാമ്പത്തിക മേഖലയുണ്ടാവുന്ന ഞെരുക്കങ്ങൾ, ഉപജീവന മേഖലയുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ശരീര രോഗങ്ങൾ, ഇന്ന് ശതാധിപൻ നടന്ന മഹത്വം നീ വിശ്വസിക്കുന്ന പോലെ എന്ത് വിശ്വസിക്കുമോ അത് സംഭവിക്കാൻ പോകുന്നതിനായ സ്തോത്രം. കർത്താവേ, ഇന്ന് നല്ലത് മാത്രം, യേശുവിൻ്റെ മനസ്സും എൻ്റെ മനസ്സും ഒരുപോലെ ആയിരിക്കുവാൻ കൃപ തരണമേ എന്ന് ദൈവഹിതമില്ലാത്തൊന്ന് ചിന്തിക്കുവാനോ ദൈവഹിതമില്ലാത്ത പറയുവാനോ ഒന്നും ഇടവരുത്താതെ എപ്പോഴും പ്രാർത്ഥനയിൽ സ്തോത്രത്തോട് സ്തുതികളോട് നടക്കുവാൻ ദൈവത്തിന് മഹത്വം കൂടി അത്ഭുതങ്ങൾ കാണത്തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിടുതലുകൾ എല്ലാ സഭകൾക്കും, എല്ലാ ദൈവമക്കളുടെ ഭവനങ്ങളിലോ ഈ ചാനലിലെ സകല മക്കൾക്കും ലോകരാഷ്ട്രങ്ങളിൽ സംഭവിക്കുന്നതിനായി സ്തോത്രം. ഇതെല്ലാവരുടെ മേൽ വിടുതലാവട്ടെ. ഇത് കണ്ട് നല്ല സാക്ഷിയായി തീരട്ടെ. ദൈവത്തിന്റെ മഹത്വത്തിന്റെ കരം നിറയട്ടെ. ദൈവശക്തി എന്നോട് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലപരെയും പിതാവിൻ്റെ പുത്രൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.